അടിപൊളി. വത്സലേച്ചി, നിജ്മത്ത, സ്പേത്ത, വിനീൽ, നസീർ, റംല, അമീന. വീഡിയോയിൽ വരട്ടെ. സൈനബ, ആജറ, കുമാരൻ അയ്യപ്പൻ, അയ്യൂബ്, കമറുന്നിസ, അഫീഫ, വെരി കുട്ടി ഹാജി, ഷീന, യെസ് ഫസുൽ റഹ്മാൻ, ഹസീന. വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര എനർജി കേട്ടാ. കമാൺ ഷഫ്ല. ഓക്കെ, സലീന. പേര് വിളിച്ചപ്പോ കുറെ ആൾക്കാർ വീഡിയോയിൽ വരും. അപ്പൊ പേര് വിളിച്ചാ വരൂലേ? പേര് വിളിക്കാൻ ആഗ്രഹമുണ്ട്. സ്കൂൾ അങ്ങനെയാണല്ലോ, ടീച്ചേഴ്സ് പേര് വിളിക്കുമ്പോ വലിയ ഇഷ്ടം അല്ലേ? ആയിഷ, അസ്ലം. അസ്ലം പറയുന്ന ലേഡിയെ കാണുന്നു. മോന്റെ പേര് അബ്ദുൽ മജീദ്, ഗഫൂർക്ക, ഷാനി, അഫ്ര, മറിയം, നഹ, റംലത്ത്, റംലാവിക്ക്, ദയാ. ഓക്കെ, വർജാന, സൈനബ, റസ്മി, നസീറ, നസ്ര. ഓക്കെ, ബാക്കിയുള്ള ആൾക്ക് വരട്ടോ. പരമാവധി ആളുകൾ വരിക. നിങ്ങൾ കാണുമ്പോ വലിയ സന്തോഷം. രാവിലെ തന്നെ ഇങ്ങനെ എനിക്ക് വല്ലതും പറയണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണല്ലോ അല്ലേ? വലിയ സന്തോഷാണ്. നിങ്ങള് ശ്രദ്ധിച്ച് ഇങ്ങനെ ക്ലാസ്സിലേക്ക് ഇങ്ങനെ അറ്റൻഷൻ കൊടുത്തിരിക്കുമ്പോ ഇല്ലാത്ത സന്തോഷം. ഓക്കെ, മാക്സിമം ആൾക്ക് എത്തിച്ചോ? നമ്മളെ മെസ്സേജുകളൊക്കെ എത്തിക്കുന്നുണ്ടല്ലോ അല്ലെ? ഷെയർ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? എന്തായാലും നമ്മൾ രാവിലെ സമയമൊക്കെ മാറ്റി വെച്ച് അടിപൊളിയായിട്ട് സെഷനൊക്കെ എടുക്കാൻ വേണ്ടി തയ്യാറായി ഇവിടെ ഇരിക്കുകയാണ്. സോ ഹാപ്പി ഇൻവെസ്റ്റ് അഗെയിൻ. വലിയ സന്തോഷമുണ്ട് വീണ്ടും നമുക്ക് ഇങ്ങനെ മീറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചതിന്, ഭാഗ്യം ലഭിച്ചതിന്. അപ്പൊ ഇന്നത്തെ വിഷയം ബ്ലോക്കുകളെ കുറിച്ചാണ്. സക്സസ് ബ്ലോക്ക്. വിജയം ആഗ്രഹിച്ചിട്ടും അതിനുവേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തിട്ടും ചില കാര്യങ്ങൾ നടക്കുന്നില്ല, ബ്ലോക്കായി പോവാണ്. എന്തോ ഒരു മുട്ടുണ്ട് അല്ലേ? എവിടെ ഒരു തട്ടലും മുട്ടലുണ്ട്. എന്നിട്ട് മുട്ടെടുക്കാൻ പോകില്ലേ? കുറെ ആൾക്കാർ അങ്ങനെ ഓരോ വിശ്വാസങ്ങളൊക്കെ. ഒരൊറ്റ മുട്ടില് എല്ലാം വെട്ടിയിടാൻ നല്ല സുഖമാണല്ലോ. ഒരൊറ്റ മുട്ടിലാണ് വെട്ടിയാൽ സംഭവം തീരുമല്ലോ. നമ്മൾ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. എന്നിട്ടും തട്ടുമുട്ട് പോകുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്, എന്തോ ഒരു തടസ്സമുണ്ട് അല്ലെ? തോന്നിയിട്ടുണ്ടോ? തോന്നാറുണ്ടാ? സാറേ എവിടെയോ ഒരു ബ്ലോക്ക് ഉണ്ട് അല്ലെ? എവിടെയോ ഒരു തടസ്സമുണ്ട്, എന്താന്നൊരു പിടിയും കിട്ടുന്നില്ല. നമുക്ക് നമ്മുടെ ബ്ലോക്കുകൾ കണ്ടെത്താൻ കഴിയാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താ ആദ്യം ചെയ്യേണ്ടത്? നമ്മൾ സ്വയം ചോദിക്കണം, നമ്മോട് തന്നെ ചോദിക്കണം, ശരിക്കും എന്താണ് എന്റെ ബ്ലോക്ക്? എന്തുകൊണ്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തത്? നമ്മൾ സ്വയം ചോദിക്കണം. ക്വസ്റ്റ്യൻസ് ആണ്. അറിവിന്റെ വിശാലമായ ലോകത്തേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുന്നത് ക്വസ്റ്റ്യൻസ്. എന്താ ഞാൻ ഇങ്ങനെ അല്ലെ? ഞാൻ ശരിക്കും ആരാണ്? എന്തുകൊണ്ടാണ് ഞാൻ വിചാരിച്ച പോലെ എന്റെ കാര്യങ്ങൾ നടക്കാത്തത്? എനിക്ക് എന്തുകൊണ്ടാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തത്? എന്താണ് ശരിക്കും എന്റെ മുന്നിൽ തടസ്സമായി നിൽക്കുന്നത്? എന്താണ് പറയാൻ പറ്റും നിങ്ങൾ? എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? ചേർക്കാൻ അങ്ങനെയുണ്ട്. ഞാൻ മാത്രം എന്താ ഇങ്ങനെ? അങ്ങനെ ഒരു മാത്രമല്ല കേട്ടോ, അത് തോന്നണം. മറ്റുള്ളവരെ കുറിച്ച് അറിയാനില്ല. നമുക്ക് പലപ്പോഴും നമ്മളെ കാര്യം മാത്രമേ ചിന്ത ഉണ്ടാവുള്ളൂ. എനിക്ക് മാത്രം എന്തോ കാര്യമായുള്ള പ്രശ്നമുണ്ടോ എന്നാ തോന്നുന്നു. പക്ഷെ പ്രശ്നമുള്ള ആളുകൾ നമ്മൾ പരിചയപ്പെടും, മനസ്സിലാവും എന്റെ പ്രശ്നം വളരെ ചെറുതാണ്, ഇതിനും വലിയ പ്രശ്നമുള്ള
ധാരാളം ആളുകൾ ലോകത്തുണ്ട് അല്ലെ? തോന്നിയിട്ടില്ലേ? എന്നെക്കാളും വലിയ പ്രശ്നമുള്ള ആൾക്കാരെ കണ്ടപ്പോ എന്റെ പ്രശ്നം ഇത്രയും ചെറുതായിരുന്നില്ലേ, ഞാൻ കരുതിയത് വലിയ പ്രശ്നമാണ്. പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് അല്ലെ? എന്തായാലും പ്രശ്നങ്ങളുണ്ട്, തടസ്സങ്ങളുണ്ട്, ബ്ലോക്കുകളുണ്ട്. അപ്പൊ അത്തരം ബ്ലോക്കുകളെ കണ്ടെത്തി നമുക്ക് ഹീൽ ചെയ്തെടുക്കാൻ പറ്റും. ഒരാൾ പറയുന്നത് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, അതാണ് ബ്ലോക്ക്. അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പാവൂലേ? അപ്പൊ സാറേ തണുപ്പാണ്, വലിയ തണുപ്പോണ്ട് രാവിലെ ബെഡിൽ നിന്ന് പൊന്തുന്നില്ല സാറേ അല്ലെ? തണുപ്പാണ് ബ്ലോക്ക്, ചൂടാണ് ബ്ലോക്ക്, പിന്നെന്തൊക്കെയാ സാറേ? വീട്ടുകാരാണ് ബ്ലോക്ക് അല്ലെ? എന്റെ ഹസ്ബൻഡ് ഒന്നിനും സമ്മതിക്കുന്നു അല്ലെ? തോന്നിയിട്ടുണ്ടോ? അയാൾ ഭയങ്കര പിടിവാശിക്കാരനാണ്. ഒരു കാര്യം പറഞ്ഞേക്കാം, ചില കാര്യം പറയും ഭർത്താക്കന്മാർ, എന്റെ ഭാര്യ മിണ്ടാനായിട്ടുണ്ട്. ചിലപ്പോൾ ഭാര്യമാരെ ഒരു കാര്യം മര്യാദക്ക് ചെയ്യാൻ സമ്മതിക്കില്ല, അങ്ങനെ പറയും. ചില ആളുകൾ മക്കളെ കുറിച്ചാ പറയാം അല്ലെ? എന്ത് പറയാൻ മക്കൾ തടസ്സം വരും. ഉണ്ടോ? തോന്നിയോ? ചില പറയും പൈസ ഇല്ല, അതാണ് ബ്ലോക്ക്. ഞാൻ പൈസ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആരാകും? എടുത്തൊന്നും ഇല്ല, എനിക്കാണേ ഞാൻ ഉണ്ടെങ്കിലേ ഞാനൊന്ന് കാണിച്ചു തരുന്നു. എടുത്ത് ഇല്ല, ഒന്നും ഉണ്ടായി നോക്കണ്ടേ? അപ്പൊ ഈ പൈസ ഇല്ലാതെക്കാണോ? അതൊരു ബ്ലോക്ക് അല്ലേ? അല്ലേ? കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അതൊരു ബ്ലോക്കാണ്. എന്തുകൊണ്ട് കയ്യിൽ പൈസ ഇല്ല? അവൻ പറയുന്നു, ഷൗക്കത്ത് പറയുന്നു, മടിയാണ് ബ്ലോക്ക്. മടിയൊന്നുമല്ല ബ്ലോക്ക്. മടിയാണോ? മടിയാണോ ബ്ലോക്ക്? ടൈപ്പ് ചെയ്യൂ. നിങ്ങൾക്ക് എന്താണ് ബ്ലോക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്ന ടൈപ്പ് ചെയ്യൂ കേട്ടോ. പറയൂ, എന്തുകൊണ്ടാണ് മടി ഉണ്ടാവുന്നത്? തിരക്കാണ്. ഓ, ആരത്ര ബിസി? തിരക്കാണ്, ഭയങ്കര ബിസിയാണ് സാർ. ഓ, ലോകത്ത് എല്ലാവർക്കും 24 hours ഇല്ലേ? ആരോഗ്യ പ്രശ്നമാണ് ബ്ലോക്ക്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്താണ് ബ്ലോക്ക്. ഫൈനാൻഷ്യൽ ആണ് ബ്ലോക്ക് അല്ലെ? സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല, അതാണ് ബ്ലോക്ക്. കോൺഫിഡൻസ് ഇല്ലാത്താണ് ബ്ലോക്ക്. ആത്മാർത്ഥത കിട്ടുന്ന ഇതാണ് ബ്ലോക്ക്. എന്ത് ബ്ലോക്കാണെന്ന് മനസ്സിലാവുന്നില്ല, അതാണ്. മനസ്സിലാവാത്തതാണ് ബ്ലോക്ക്. ഓ, അടിപൊളി. ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് ബ്ലോക്ക്. കാർ ഡ്രൈവിംഗിൽ എക്സ്പെർട്ട് ആവുന്നില്ല, ഹെൽത്ത് ആണ് ബ്ലോക്ക്. തെറ്റായി ചിന്തിച്ച് കൂട്ടിയതാണ് ലക്ഷ്യം നേടാൻ സാധിക്കുന്നതിലും ഭയം. തിരിച്ചറിവില്ലാത്താണ് ബ്ലോക്ക്. യെസ്, ഇവിടെ കുറെ ഉത്തരങ്ങളും വന്നു കേട്ടോ. എന്താണ് എന്റെ ബ്ലോക്ക് എന്ന് ചോദിച്ചാൽ ഇവിടെ അറിവില്ലായ്മ, തുടർച്ചയില്ല, സപ്പോർട്ടില്ല, ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതൊന്നുമല്ല ബ്ലോക്ക് ആണോ? ഇവിടെ ഇവിടെ ചില ആളുകൾ ആ വാക്കുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. മനസ്സ് സമ്മതിക്കുന്നില്ല. ആരാ സമ്മതിക്കാത്തത്? നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ സെറ്റ് ചെയ്തു വെച്ച കുറെ വിശ്വാസങ്ങളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെ? നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ സെറ്റ് ചെയ്തു വെച്ച കുറെ വിശ്വാസങ്ങളുണ്ട്. തെറ്റായുള്ള വിശ്വാസം, വളർച്ച മുരടിപ്പിക്കുന്ന വിശ്വാസം, മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്ത വിശ്വാസം. ഇവിടെ മനസ്സ് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. നമ്മുടെ ചിന്തകളാണ്. നമ്മൾ ഒരുപാട് ചിന്തിച്ച് പല നെഗറ്റീവായുള്ള കുറെ ചിന്തകൾ കൂടി 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 അവസാനം നമ്മൾ വിചാരിക്കുന്നത് അതാണ് ഞാൻ എന്നാണ്. അതാണ് ഞാൻ. ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ വന്ന് 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 എങ്ങനെ വന്നു?
നമുക്ക് ബോധമില്ലാത്തത് കൊണ്ട് അല്ലേ? അവബോധമില്ലാത്തത് കൊണ്ട്. ഇവിടെ ആരോ പറഞ്ഞു ലാക്ക് ഓഫ് അവയർനെസ്. അവബോധമില്ലാത്തത് കൊണ്ട് ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ വന്ന് നമ്മൾ സബ് കോൺഷ്യസ്ലി അതിന് നമ്മൾ സമ്മതിക്കുകയാണ്. അകത്തോട്ട് കയറാൻ വേണ്ടി നമ്മൾ അനുവാദം നൽകുകയാണ്. നമ്മൾ അതിനെക്കുറിച്ച് അവെയർ അല്ലാത്തത് കൊണ്ട് നമ്മളെ ഉള്ളിലോട്ട് അത്തരം ഒരുപാട് നെഗറ്റീവായുള്ള മെസ്സേജുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. പാരൻസ് ആയിരിക്കും തന്നത്, കൂടെയുള്ള ആളുകളായിരിക്കും തന്നത്, ഫ്രണ്ട്സ് ആയിരിക്കും, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും, മറ്റുള്ള പല ആളുകളാണ് നമുക്കത് തന്നത്. പക്ഷെ അത് തന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെയായി, എന്റെ പാരൻസ് ഇങ്ങനെ തന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെയായി, എന്റെ ഫാമിലി മെമ്പേഴ്സ് എനിക്ക് അങ്ങനെ തന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെയായി എന്ന് നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കുമോ? ആരെയും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. അങ്ങനെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് നമ്മുടെ ലൈഫിൽ മാറ്റം വരാൻ പോകുന്നില്ല. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് വേണം, എന്ത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഫ്രീഡം നമുക്കുണ്ട്. അത് പാർട്ട്ണർ ആയാലും ശരി, നമ്മളെ ഫാദറിലോ മദറിലോ, ഫാദർ മദർ, ഏത് ഫാമിലി മെമ്പേഴ്സ് ആയാലും, ബോസ് ആയാലും, ആരായാലും ശരി, ആരെന്തൊക്കെ നമുക്ക് തന്നാലും അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. ഒരാൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം തന്നു, നിങ്ങൾക്ക് ആ സമ്മാനത്തെ സ്വീകരിക്കാം, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറയാം. ആ സമ്മാനം നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ, ഉപകരിക്കാത്തതാണെങ്കിൽ, അത് നിങ്ങളെ ട്രാപ്പിലാക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാവും അല്ലെ? തിരിച്ചറിവിന്റെ ശക്തി, അവബോധത്തിന്റെ ശക്തി, അതാരായാലും ശരി, അത് ഉള്ളിലോട്ട് കടന്നു പോകാൻ നിങ്ങൾ അനുവദിക്കുന്നിടത്തോളം കാലം അതകത്തോട്ട് കയറിക്കൊണ്ടേയിരിക്കും. അപ്പോ നമ്മളിൽ പല ആളുകളും വിശ്വസിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിയന്ത്രണം ഇല്ല എന്നുള്ളതാണ്. നമ്മളെ തെറ്റായ ഏറ്റവും വലിയ വിശ്വാസം എന്താണ്? നിങ്ങള് എന്റെ ജീവിതം തീരുമാനിക്കുന്നത് ഞാനല്ല, മറ്റു പലരുമാണ്. മനസ്സിലാവുണ്ടോ? ഞാനൊരു ഭാര്യയല്ലേ, ഞാൻ സ്ത്രീ അല്ലേ എന്നാണ് ബഹുഭൂരിപക്ഷം സ്ത്രീകൾ നമ്മൾ എന്ന് വിചാരിച്ച് ഭർത്താവുമായിട്ട് പ്രശ്നം ഉണ്ടാക്കണം എന്നല്ല പറയുന്നത്. ഉദ്ദേശം അതല്ല. നമ്മൾക്ക് അങ്ങനെ ഒരു അടിമ മനസ്സുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതാണ്. എന്നാലോ നല്ല കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം, അത് മറ്റൊരു വിഷയം, നമ്മൾ ഫോളോ ചെയ്യണം. പക്ഷെ എല്ലാറ്റിനും നമ്മൾ എസ് പറയുന്ന, റാൻ മൂളുന്ന, വേണ്ടതും വേണ്ടാത്തതും, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും, നല്ലതും ചീത്തയും അല്ലെ, ഇതൊന്നും തിരിച്ചറിയാതെ, വ്യത്യാസം ഉൾക്കൊള്ളാതെ നമ്മളെ ഉള്ളിലേക്ക് കടന്നു പോകാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ഇതിനെക്കുറിച്ച് ബോധം ഇല്ല, നമ്മുടെ ജീവിതത്തിലെ ഉത്തരവാദിത്വം നമ്മളെ കയ്യിലല്ല എന്നുള്ള തെറ്റായുള്ള ഒരു വിശ്വാസമുണ്ട്. ലിമിറ്റിംഗ് ബിലീഫ്. എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല, ഇതൊന്നും എന്റെ നിയന്ത്രണത്തിൽ അല്ല. നമുക്ക് ഡൗട്ടാണ്, എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലേ എന്നത് സെൽഫ് ഡൗട്ടാണ്. ഇത് നമുക്ക് നമ്മളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുന്നു. ഇത് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നു. ഇത് നമ്മളുടെ ജീവിതത്തിൽ ഒരു ആക്ഷൻ എടുക്കാൻ ഊർജം നശിപ്പിക്കുന്നു. സ്വയം തീരുമാനമെടുക്കാൻ പറ്റാതെ വരുന്നു. എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അല്ലേ? നമ്മുടെ ലൈഫിൽ നമ്മളുടെ ആ തീരുമാനമെടുക്കാനുള്ള, നടപ്പിലാക്കാനുള്ള
നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം നയിക്കാൻ നമ്മളെ പ്രാപ്തമാക്കും. ദാറ്റ് പവർ ഓഫ് ചോയ്സ്. നമ്മുടെ ചോയ്സ്, ജീവിതത്തിൽ എന്ത് വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള ആ ചോയ്സ്, ആ പവർ ഓഫ് ചോയ്സ്, അതിനെ കുറിച്ച് നമ്മൾ അറിയാതിരിക്കുമ്പോ അതാണ് നമ്മൾ അത് അറിയാതെ പോകുന്നു. അവയർനെസ് അല്ല, നമുക്ക് നമ്മളെ കുറിച്ച് ധാരണയില്ലാത്തതാണ് ഏറ്റവും വലിയ മനസ്സിലാവുന്നു. നമുക്ക് നമ്മളെ കുറിച്ച് കൃത്യമായുള്ള ഒരു ധാരണ ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ആ ധാരണ എന്ന് പറഞ്ഞ എന്താണ്? അത് അവബോധത്തിന്റെ ശക്തിയിൽ നമ്മുടെ അപാരമായുള്ള കഴിവുകളെ വികസിപ്പിച്ചെടുത്ത് എന്റെ ജീവിതത്തെ ബെറ്ററാക്കാൻ എനിക്ക് സാധിക്കുമെന്നുള്ള ആ തിരിച്ചറിവിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയില്ലെങ്കിൽ, അത് തന്നെയാണ് നിങ്ങളുടെ ബ്ലോക്ക്. അത് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കുന്നു, അതൊരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നു. കഴിവുകൾ ഉണ്ടായിട്ടും ആ കഴിവുകൾ ഉപയോഗിക്കാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇല്ലാതെ പോകുന്നു. ക്ലിയർ അല്ലേ? നിരന്തരമായിട്ട് എന്നെ കൊണ്ട് പറ്റുമോ കഴിയുമോ എന്നുള്ള ഡൗട്ട്, സംശയങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു പുച്ഛം തോന്നുന്നു, അല്ലെ? നമ്മൾ നമ്മളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്ത് കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുന്നു. അതാണ് സക്സസ് ബ്ലോക്ക്. മറ്റുള്ളവർ എന്നത് ബ്ലോക്ക് അല്ല, മറ്റുള്ളവരാണ് എന്റെ ജീവിതത്തിൽ തടസ്സം എന്ന ചിന്തയാണ് ബ്ലോക്ക്. ആ ചിന്ത അത് കേവലം ചിന്തയല്ല, അതൊരു വിശ്വാസമായിട്ട് ഉള്ളിൽ സെറ്റായിട്ടുണ്ട്. എന്നെ കൊണ്ട് സാധിക്കില്ല, പറ്റില്ല, മറ്റുള്ളവരെ വെറുപ്പിക്കാൻ പേടിയാണ്. യഥാർത്ഥത്തിൽ വെറുപ്പിക്കൂല, അത് നമുക്ക് തോന്നുകയാണ്. ഞാൻ ഇങ്ങനെ ചെയ്താൽ, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, അല്ലേ? ക്ലിയർ ആണോ? പറഞ്ഞില്ലേ? ഞാൻ എങ്ങനെ പറഞ്ഞാൽ, ഞാൻ എങ്ങനെ ചിന്തിച്ചാൽ, എന്റെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കാൻ ഞാൻ ശ്രമിച്ചാൽ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? ലോകത്ത് വിജയിക്കാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ബ്ലോക്ക് എന്ന് പറയുന്നത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നതിനെ കുറിച്ച് ഞാൻ വിചാരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് ഒന്നും വിചാരിക്കുന്നില്ല. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് വിചാരിക്കുന്നുണ്ടോ? ഇനി അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം, അല്ലെ, നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നതിനല്ലേ? നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനില്ലേ? മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ എവിടെ നിങ്ങൾക്ക് സമയം? ഇതേപോലെ തന്നെ മറ്റുള്ളവർക്ക് അവരെ കുറിച്ച് ചിന്തിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. എന്നോട് നമ്മൾ ചിന്തിക്കാണ്, ഞാൻ എങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നല്ല പ്രശ്നം, മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ എന്ത് വിചാരിക്കും എന്നാണ്. എങ്ങനെ? മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നല്ല പ്രശ്നം, മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്നതിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്താണ് പ്രശ്നം, അല്ലേ? അവർക്ക് വേറെ പണിയൊന്നുമില്ല, നിങ്ങളെ കുറിച്ച് ചിന്തിക്കാനാണ്. ഒന്ന് ആലോചിച്ച് നോക്കും. മറ്റുള്ളവർക്ക് വേറെ പണിയൊന്നുമില്ലേ നിങ്ങളെ പറ്റി ഇങ്ങനെ ചിന്തിച്ചിരിക്കാനാണ്? ഒന്ന് ആലോചിച്ച് നോക്കും. അതിൽ പൊട്ടത്തിന് ആലോചിച്ച് നോക്കും, അതിലെ മണ്ടത്തിന് ആലോചിച്ച് നോക്കും. നിങ്ങൾ പല ആളുകളും ഈ ചിന്തയുടെ അടിമകളല്ല. എന്റെ ചോദ്യം ഇതാണ്. നിങ്ങൾ ഏറ്റവും വലിയ ബ്ലോക്ക് ഇതല്ലേ? എന്റെ ഭർത്താവ് എന്ത് വിചാരിക്കും, എന്റെ ഭാര്യ എന്ത് വിചാരിക്കും? എടോ, മറ്റുള്ളവർക്ക് അവരുടെ കാര്യം തന്നെ വിചാരിക്കാൻ സമയമില്ല. നമുക്ക് നമ്മളെ കാര്യം തന്നെ വിചാരിക്കാൻ സമയമില്ല. അത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ നമ്മുടെ കാര്യത്തിൽ. എന്നിട്ട് വിചാരിക്കാൻ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ഇതിലും വലിയ പൊട്ടൻ ചിന്ത വേറെ ലോകത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ ഇങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ ഫ്രീസ് ആകുന്നു, അല്ലെ? അതാലോചിച്ചിട്ട് നമ്മൾ ടെൻസ്ഡ് ആവുന്നു, സ്ട്രെസ് കയറുന്നു, നിരാശ വരുന്നു, ടെൻഷൻ വരുന്നു.
മറ്റുള്ളവരുടെ സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ എന്റെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. സപ്പോർട്ട് വേണ്ട എന്നല്ല ഇതിനർത്ഥം, ശരിക്കും മനസ്സിലാക്കണേ. അതിന്റെ അർത്ഥം സപ്പോർട്ട് വേണ്ട എന്നല്ല. പക്ഷെ ഏറ്റവും വലിയ സപ്പോർട്ട് കൊടുക്കേണ്ടത്, കിട്ടേണ്ടത് അത് നമ്മുടെ ഉള്ളിലും തന്നെയാണ്. മറ്റുള്ളവരുടെ സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ എന്റെ ജീവിതം വിജയിക്കൂ എന്നത് ഒരു ബ്ലോക്കാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ മറ്റുള്ള സപ്പോർട്ട് നമുക്ക് വേണം, അത് വേണ്ട എന്നുള്ളതല്ല. പക്ഷെ അത് നമ്മളുടെ സപ്പോർട്ട് കഴിഞ്ഞിട്ടായിരിക്കണം. നമുക്ക് നമ്മളിലുള്ള വിശ്വാസം, നമുക്ക് നമ്മളെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റും, സെൽഫ് സപ്പോർട്ട്, സെൽഫ് കെയർ, നമുക്ക് നമ്മളെ എത്രത്തോളം കെയർ ചെയ്യാൻ കഴിയുന്നുണ്ട്, നമുക്ക് നമ്മളോട് എത്രത്തോളം റെസ്പെക്റ്റ് ഉണ്ട്, നമുക്ക് നമ്മളിൽ എത്രത്തോളം വിശ്വാസമുണ്ട്, ആത്മാഭിമാനം എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ട്, അതാണ് അതിന്റെ ആ ഒരു ഫീലിലാണ്, ആ ഒരു വൈബ്രേഷൻ നമുക്കതിങ്ങനെ ഫീൽ ചെയ്യും, അഭിമാന ബോധം ഫീൽ ചെയ്യും. അതില്ലെങ്കിൽ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യും, ഒരു കാര്യം ചെയ്യാനുള്ള ഊർജ്ജം ഉണ്ടാവില്ല. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കും, കോൺഫിഡൻസ് ഉണ്ടാവില്ല, സംഭവിക്കും പ്രൊക്രാസ്റ്റിനേഷൻ, നീട്ടിവെക്കും അല്ലെ, നീട്ടിവെക്കുക. കോൺഫിഡൻസ് ഇല്ലാതെ എന്താ നമ്മൾ ചെയ്യാം? ഒന്നാമത്തെ കാര്യം അത് പിന്നെയാക്കാം, അത് നാളെയാക്കാം, മറ്റന്നാളാക്കാം, ഏതായാലും ഇത്ര ദിവസമായില്ലേ, അത് 1-ാം തീയതിയാക്കാം. ഇന്ന് നല്ല ദിവസമല്ല, ഇന്ന് ഞായറാഴ്ച, ഞായറാഴ്ച ഒരു കാര്യം ചെയ്യുന്ന അത്ര നല്ല, തിങ്കളാഴ്ച മുതലാണ്. ഇങ്ങനെ കുറെ ചിന്തകൾ കൊണ്ടുവന്ന്, ഇങ്ങനെ കുറെ ചിന്തകൾ സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യാതിരിക്കാനുള്ള സകല ഞൊണ്ടി ന്യായങ്ങളും നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യും. ഒരു കാര്യം വിജയിക്കാതിരിക്കാൻ, ചെയ്ത് വിജയിപ്പിച്ചെടുക്കാൻ നിങ്ങൾ കഴിവുണ്ട് എന്ന് അറിഞ്ഞിട്ടും നിങ്ങളെ വേർപോട്ട് വലിക്കുന്ന ചിന്തകള് നിരന്തരമായിട്ട് കൊണ്ടുവരും. ഒരാള് പറയും എന്റെ ഹസ്ബൻഡ് അതുപോലെയാണെന്ന്, വീണ്ടും മറ്റുള്ളവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, ഹസ്ബൻഡിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. ഹസ്ബൻഡ് അതുപോലെ ആയതുകൊണ്ടല്ല പ്രശ്നം, ഹസ്ബൻഡിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. മനസ്സിലായോ? ചില ആൾക്കാർ പറയും, സാറേ എന്റെ ഭർത്താവിന് ഭയങ്കര ബ്ലോക്കാണ്. എടോ, ഭർത്താവിനല്ല ബ്ലോക്ക്, എന്റെ ഭർത്താവിന് ഭയങ്കര ബ്ലോക്കാണ് എന്ന് നിങ്ങളുടെ ചിന്തയാണെന്നോ, ആദ്യം അത് മാറ്റും. എന്റെ ഭർത്താവിനല്ല, എന്റെ ഉള്ളിൽ തന്നെയാണോ? എന്റെ ഉള്ളിൽ ബ്ലോക്ക് എന്താ? എന്റെ ഭർത്താവിനെ കുറിച്ച് ഞാൻ ബ്ലോക്കാണ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ബ്ലോക്കുള്ള ഭർത്താവിനെയും കൊണ്ട് ഞാൻ കുറെ നടക്കേണ്ടി വരും. കാരണം ആ ചിന്ത ബ്ലോക്കുള്ള ഭർത്താവിനെയാണ് എന്നിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നത്. ചില പറയും, ഞാൻ നന്നായിട്ട് കാര്യമുണ്ട് സാറേ, എന്റെ ഭർത്താവ് നന്നാവണ്ടേ. ആ ചിന്ത തന്നെ ബ്ലോക്കാണ്. ഭർത്താവല്ല നന്നാവേണ്ടത്, നിങ്ങൾ തന്നെയാണ് നന്നാവേണ്ടത്. ഇത് പറഞ്ഞാൽ കൊള്ളൂ. സാറെന്ന് അങ്ങനെ പറയുന്നത്, ഞങ്ങളെ വിമർശിക്കും. അതാണ് സത്യം. കാരണം മറ്റുള്ളവരിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാവണം. അതാണ്. ഹസ്ബൻഡ് നമ്മളെ പറ്റിച്ചാൽ എന്ത് ചെയ്യുന്നു? അവഗണിച്ചാൽ എന്ത് ചെയ്യുന്നു? എന്താ ചെയ്യാ? പറയൂ. എന്റെ ഭർത്താവ് അവഗണിക്കുന്ന ഭർത്താവാണ്, എന്റെ ഭർത്താവ് നിരന്തരമായി പറ്റിക്കുന്ന ഭർത്താവാണ്, എന്റെ ഭർത്താവ് ആള് തീരെ ശരിയല്ല എന്നാണ് സാർ അല്ലേ? അപ്പൊ അങ്ങനെ ചിന്ത കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഭർത്താവ് വീണ്ടും 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 പറ്റിക്കും. അതാ സംഭവിക്കുക. വീണ്ടും 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 പറ്റിക്കും. ഓക്കെ, ഡിറ്റാച്ച് ചെയ്യേണ്ട എന്നല്ല അർത്ഥം കേട്ടോ. ഡിറ്റാച്ച് ചെയ്യാം. എന്താ ഡിറ്റാച്ച് ചെയ്യാന്ന് പറയുന്നത്? ആ ഇടപാടുകൾ കുറക്കുക ചെയ്യാൻ പറ്റും, അതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഉള്ളിൽ കൊടുക്കേണ്ട മെസ്സേജ്, നമ്മുടെ ഉള്ളിൽ ആവർത്തിച്ച് പറയേണ്ടത് നന്മയെ കാണുക, നല്ലതിനെ കാണുക, നല്ല വശം കാണുക.
അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ, നല്ലത് ചിന്തിക്കാനുള്ള ഒരു മനസ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അത് ആരെ പറ്റിയാണെങ്കിലും ശരി, ഭർത്താവിനെ കുറിച്ചാണ്, മക്കളെ കുറിച്ചാണെങ്കിലും, ഭാര്യയെ കുറിച്ചാണെങ്കിലും, മദറിനെ കുറിച്ചാണെങ്കിലും, ഫാദറിനെ കുറിച്ചാണെങ്കിലും, മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, ആ ഒരു റിസൾട്ടാണ് നമ്മുടെ ലൈഫിൽ ലഭിച്ചുകൊണ്ടിരിക്കുക. അവര് നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ അവരെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? നമ്മളെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഡിറ്റാച്ച് ചെയ്യണം. ശരി, മനസ്സിലാക്കണം. നമ്മളെ മോശം രീതിയിൽ അത് സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിറ്റാച്ച് ചെയ്യണം. നമ്മൾ ഒരകലം പാലിച്ചാൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? അവരെ കുറ്റപ്പെടുത്തരുത്. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെ? ചിലപ്പോ അകലം പാലിക്കേണ്ടി വരും. അതെന്തിനാ? നമുക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോ വീട്ടിൽ നേരെ മാറി സിറ്റുവേഷൻ ഉണ്ടായേക്കാം. എങ്കിൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് പോസിറ്റീവായിട്ട് മെസ്സേജ് അഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് ചുരുങ്ങിയത് നമുക്ക് സമാധാനം ഉണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ സമാധാനത്തിലായി കഴിഞ്ഞാൽ അവിടെയും മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ക്ലിയർ അല്ലേ? അതാണ് അതിന് വേണ്ട ഒരു മൈൻഡ് സെറ്റ് ആണ് പേഷ്യൻസ് മൈൻഡ് സെറ്റ്, ക്ഷമയുള്ള മൈൻഡ് സെറ്റ്. ഇത് വലിയ പേഷ്യൻസ് ഉള്ള, വലിയ ക്ഷമയുള്ള ആളുകൾക്ക് മാത്രം സാധിക്കുന്നതാണ്. ഇങ്ങനെ ചിന്തിക്കാൻ കഴിയാന്നുള്ളതിന് വലിയൊരു കാര്യമാണ്. അത് പറ്റും. അങ്ങനെ സാധിക്കുമോ, പറ്റുമോ? ലോകത്ത് വിജയിച്ച ആളുകൾ ആ മൈൻഡ് സെറ്റിലുള്ള ആളുകളാണ്. ക്ലിയർ അല്ലേ? അവിടെ ക്ലാരിറ്റി, നമുക്ക് ക്ലാരിറ്റി വരുന്നുണ്ട്. എന്താ ക്ലാരിറ്റി? എന്റെ ഉള്ളിൽ ആണ് മാറ്റം വരേണ്ടത്. അപ്പൊ എന്റെ ഉള്ളിൽ മാറ്റം വരേണ്ടത് എന്താണ്? എന്റെ കാഴ്ചപ്പാടുകൾക്കാണ്, എന്റെ ചിന്താരീതികൾക്കാണ്. ഞാൻ എന്താണോ നിരന്തരമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതെന്റെ ജീവിതത്തിൽ ആകർഷിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ എങ്ങനെ ഡിറ്റാച്ച് ചെയ്യുന്നതാണ് പല ആളുകൾ ചോദിക്കുന്നത്. രണ്ട് രീതിയിൽ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാണ്? ഒന്ന്, നമുക്ക് ഫിസിക്കലി തന്നെ ഡിറ്റാച്ച് ചെയ്യാം. ചിലപ്പോൾ അത് പറ്റണമെന്നില്ല. അപ്പൊ ഭർത്താവായിരിക്കാം, ഭാര്യ ആയിരിക്കാം, മക്കളായിരിക്കാം. നെഗറ്റീവ് വരുമ്പോ മാറി ഓടിപ്പോയെന്ന് ഓടിച്ചോട്ടം അല്ല അവിടെ വേണ്ടത്. അവിടെ കൂടെ നിൽക്കണം. ഇവിടെ എന്ത് ചെയ്യണം? നെഗറ്റീവ് പറയുന്നത് ഇതിലെ കേട്ട് ഇതിലെ വിടണം. അതാ ഡിറ്റാച്ച്മെന്റ്. ക്ലിയർ അല്ലേ? അത് ഉള്ളിലോട്ട് എടുക്കാതെ നോക്കണമെന്ന് അവരിങ്ങനെ പറഞ്ഞോട്ടെ. ഒരു ചോദ്യം മനസ്സിലായി? അവരിങ്ങനെ പറഞ്ഞോട്ടെ, നമുക്കത് ഉള്ളിലോട്ട് എടുക്കാനും എടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്വർണം, നമുക്കത് ഉള്ളിലോട്ട് എടുക്കാനും എടുക്കാതിരിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. സ്വർണം വേണമെങ്കിൽ ഉള്ളിലേക്ക് എടുക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. അത് ആരുടെ സ്വാതന്ത്ര്യമാണ്? തലയിൽ വെച്ച് തന്നിട്ടുണ്ടോ ഈ ചുവട് നിങ്ങൾ വേറിയെ പറ്റി, ഭാരം നിങ്ങൾ കൊണ്ട് നടന്നേ പറ്റൂ എന്ന് ആർക്കെങ്കിലും നമ്മളെ നിർബന്ധിക്കാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ സാധിക്കില്ല. നമുക്കതിനെ ഒഴിവാക്കാൻ ഭാരത്തെ ഞാൻ അതിനെ സ്വീകരിക്കുന്നില്ല. ഞാൻ എനിക്ക് വേണ്ടത് മാത്രമേ സ്വീകരിക്കൂ, ഞാൻ നല്ലത് മാത്രമേ സ്വീകരിക്കൂ. ആവശ്യമില്ലാത്തത് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നതെല്ലാം നമ്മൾ അതിന് എന്താണ് സമ്മതം മൂളുന്നുണ്ട്. സബ് കോൺഷ്യസ് ഉപബോധ മനസ്സിൽ നമ്മൾ അതിന് സമ്മതം മൂളുന്നുണ്ട്. അതുകൊണ്ടാണ്. ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മറ്റുള്ളവരെ കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കുന്നതോടൊപ്പം അവരെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാമല്ലോ. ഒരു ചോദ്യമാണ്. നിങ്ങൾ ഒരുപാട് തവണ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് എന്റെ ചോദ്യം. മറ്റുള്ളവർ ഒരുപാട് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലേ നിങ്ങൾ? എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ശരിക്ക് ആത്മാർത്ഥമായി പറയണം. കുളമായി, ആകെ കുളമായി. അതല്ലേ സംഭവിച്ചു? സത്യതല്ലേ?
മറ്റുള്ളവരെ നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും തോറും നിങ്ങൾക്ക് സ്ട്രെസ് കയറുമെന്നല്ലാതെ വേറൊന്നും സംഭവിക്കില്ല. മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണെന്ന്. ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്താ? നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്താ? മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യലല്ല. അത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യലല്ല, സ്വയം കറക്റ്റ് ചെയ്യണം. സ്വയം കറക്റ്റ് ചെയ്യലാണ് ഏറ്റവും എളുപ്പം. ഏറ്റവും എളുപ്പം അതാണ്. അത് നമ്മുടെ അടുത്താണല്ലോ. അപ്പൊ നമ്മൾ കറക്റ്റ് ചെയ്യാന്ന് കുറെ ആൾക്കാർ ചോദിക്കും, അതെന്തിനാ സ്വയം കറക്റ്റ് ചെയ്യുന്നത്? നമ്മുടെ അടുത്ത് തെറ്റൊന്നുമില്ലല്ലോ, അല്ലേ? അതൊരു ബ്ലോക്കാട്ടോ. നമ്മുടെ അടുത്ത് തെറ്റൊന്നുമില്ലല്ലോ. അറിയോ നിങ്ങൾക്ക്, മറ്റുള്ളവരെ കുറിച്ച് മോശം ചിന്തിക്കുന്നത് പോലും തെറ്റാണ്. എത്ര പേർക്ക് അറിയാതെ? ഒരാളെ കുറിച്ച് മോശം ചിന്തിക്കുന്നത് പോലും തെറ്റാണ്. എത്ര പേർക്ക് അറിയാം? നമ്മൾ ഒരാളെ കുറിച്ച് മോശം ചിന്തിക്കുക എന്ന് പറയുന്നത് തന്നെ അത് നമ്മളെ ഉള്ളിൽ ഒരുപാട് മാലിന്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ ഒരാളെ കുറിച്ച് ഞാൻ മോശം ചിന്തിക്കുകയാണെങ്കിൽ അയാൾക്കൊന്നും സംഭവിക്കില്ല, അല്ലെ? അയാൾക്ക് എന്ത് സംഭവിക്കാനാ? ആരുടെ ഉള്ളിലാണ് ഈ മോശം നിറയുന്നത്? ആരുടെ ഉള്ളിലാണ് ഈ മാലിന്യം നിറയുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കും. പറഞ്ഞു, ആരുടെ ഉള്ളിലാ ഈ മാലിന്യ കൂമ്പാരം നിറയുന്നത്? നമ്മുടെ ഉള്ളിലാണ്. ആരുടെ ജീവിതത്തെയാണ് ഇത് കുളമാക്കുന്നത്? നമ്മുടെ ജീവിതത്തെ, അല്ലെ? അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, അല്ലെ? മറ്റുള്ളവരെ കുറിച്ച് ഒരു ചിന്ത പോലും അത് തെറ്റാണെന്ന്. അതാണ് ബാഡ് കർമ്മയായിട്ട് പറയുന്നത്. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ മോശം ചിന്തിക്കും, അത് ബാഡ് കർമ്മയായിട്ട് പോലും. അത് മക്കളെ കുറിച്ചാണെങ്കിലും, അത് ഭർത്താവിനെ കുറിച്ചാണെങ്കിലും, ഭാര്യയെ കുറിച്ചാണ്, എന്ത് സംഭവിച്ചാലും നല്ലത് ചിന്തിച്ചുകൊണ്ട് ചേർന്ന് നിൽക്കുക എന്നുള്ളത്. അവരോട് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റാത്തവരോ, ചിലര് ഡിറ്റാച്ച് ചെയ്യേണ്ടി വരും, എന്നാലും ഉള്ളിൽ ഫീൽ ചെയ്യണം. എപ്പോഴാണ് ഡിറ്റാച്ച് ചെയ്യേണ്ടി വരുന്നത്? ഇങ്ങോട്ട് അവരുടെ നെഗറ്റീവ്സ് ബാധിക്കുമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഡിറ്റാച്ച് ചെയ്യണം. അങ്ങനെ ഡിറ്റാച്ച് ചെയ്താൽ പോലും അവരെ കുറിച്ച് നല്ലതേ ചിന്തിക്കാവൂ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന പോയിന്റ്? ഡിറ്റാച്ച്മെന്റ് വേറെ ടോപ്പിക്ക് വരുന്നുണ്ട്, ഞാൻ സംസാരിക്കും, വിശദമായിട്ട് സംസാരിക്കും. അവരുടെ നെഗറ്റിവിറ്റി നമ്മളെ ബാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡിറ്റാച്ച് ചെയ്യാം. ഫിസിക്കലി ഡിറ്റാച്ച് ചെയ്യണോ? ഫിസിക്കലി തന്നെ മാറി നിൽക്കാം, അത് തെറ്റല്ല. കാരണം നമുക്ക് പേടിയാണ്, അത് ഇങ്ങോട്ട് ബാധിക്കുമോ. പക്ഷെ അങ്ങനെ ഡിറ്റാച്ച് ചെയ്താൽ പോലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നല്ലതേ അവരെ കുറിച്ച് വിചാരിക്കാവൂ, അവർക്ക് നന്മ വരാനേ നമ്മൾ ആഗ്രഹിക്കാവൂ. അവര് മുടിയട്ടെ, അവര് തെണ്ടിപ്പോവട്ടെ, നാശം പിടിച്ചവരാണ് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നാശം പിടിക്കുന്നത് അവരല്ല, നിങ്ങളാണ് എന്ന് മനസ്സിലാക്കാം. മനസ്സിലാകണ്ടോ? ഇത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കണം. അപ്പൊ ഒരാള് ചോദിക്കുകയാണേ, അതിന് അവരെ പറ്റി നല്ലത് ചിന്ത വരണ്ടേ? ഒരു കൗൺസിലിംഗ് സെഷനിൽ ഒരു സ്ത്രീ വന്നിട്ട്, മദർ വന്നിട്ട് കുട്ടിയെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയാം, നന്നാവൂല, അനുസരിക്കൂല, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, കുട്ടിയെ കുറിച്ച് ഒരു 5 നല്ല കാര്യങ്ങൾ എഴുതാൻ. അപ്പൊ ചോദിക്കുകയാണ്, നല്ല കാര്യോ ഓനോ? അവന് നല്ല ഒരു വസ്തുവിന് പറ്റൂല അവനെ. ഒരു കാര്യം നല്ലതില്ലേ അവനെ കുറിച്ച് പറയാൻ? എന്ന് ശരിക്കും ചിന്തിച്ചോക്കി, ശാന്തമായിരുന്നു ചിന്തിച്ചോക്കി, ഒന്നും നല്ലത് പറയാനില്ലേ? ഞാൻ ചിന്തിച്ചു നോക്കട്ടെ. അത് മനസ്സ് ശാന്തമായിട്ട്, ഒന്ന് കിട്ടി, ഒന്ന് കിട്ടി, ഒന്ന് കിട്ടി. രണ്ടാമത്തെ കിട്ടി. 5 അല്ല 10 കാര്യങ്ങളായിരിക്കും എഴുന്നേൽപ്പിന്. എന്നിട്ട് അതൊന്ന് വായിച്ചു നോക്കി. ആഹാ, ഇതെന്റെ മോൻ തന്നെയാണോ? ചിന്ത മാറി.
ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ എന്റെ മോനിൽ ഉണ്ടോ? ആദ്യമായിട്ടാണ് ആ ചിന്ത. ഇത് ആലോചിച്ചു. നമ്മുടെ ചിന്തയുടെ കുഴപ്പമാണ്. ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ എന്റെ മോനിൽ ഉണ്ടോ? ഇത്ര നല്ല കാര്യങ്ങളൊക്കെ എന്റെ ഹസ്ബൻഡിലുണ്ടോ? ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ എന്റെ വൈഫിലുണ്ടോ? എന്റെ മക്കളിലുണ്ടോ? എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്, അല്ലാതെ അവർ മോശക്കാരായിട്ടല്ല. ശരി, നമ്മൾ വെച്ച് കണ്ണടക്ക് കുഴപ്പമുണ്ട്. അത് മഞ്ഞ കണ്ണടയാണ്, കാണുന്നതെല്ലാം മഞ്ഞയാണ്. ഇങ്ങോട്ട് പറയണത് ഒന്നും ശരിയല്ല, എല്ലാം മഞ്ഞയാണ്. അല്ലേ? ഒരു രാജാവിന്റെ കഥയില്ലേ, കേട്ടിട്ടില്ലേ? ഞാൻ പലപ്പോഴും പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടാവും. ഒരു രാജാവിന് അസുഖം വന്നു, ഒരുപാട് വൈദ്യന്മാർ വന്നു ചികിത്സിക്കാൻ, അല്ലേ? കേട്ടോ, പല ആളുകളും വന്നിട്ടും രാജാവിന് അസുഖം മാറുന്നില്ല. അവസാനം ഒരാൾ വരുന്നു, രാജാവിന്റെ അസുഖം മാറണമെങ്കിൽ അയാൾക്ക് മനസ്സിലായി രാജാവിന്റെ അസുഖം വേറെയാണ്. രാജാവ് ഇനി മുതൽ പച്ച കളറിലുള്ളത് മാത്രമേ കാണാവൂ. മനസ്സിലായില്ലേ? അല്ലാത്തൊന്നും കാണാൻ പാടില്ല. രാജാവ് ഉത്തരവിട്ടു, അല്ലെ? ഈ നാട്ടിൽ ഇനി കാണുന്നതെല്ലാം പച്ചയാവണം. അതിനെന്താ പണി? പച്ച പെയിന്റ് അടിക്കണം. ആകെ പച്ച പെയിന്റ് അടിച്ചു, രാജ്യം മൊത്തം പച്ച പെയിന്റ് അടിച്ചു. എത്ര സാഹസം! എന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ട്, അല്ലെ, രോഗം മാറുന്നില്ല. അപ്പോഴാണ് ആ ചോദ്യം ചോദിച്ചത്. എന്താ ചോദ്യം? രാജാവേ, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത്, അല്ലെ? നിങ്ങള് ഈ രാജ്യത്ത് പച്ച കളറിൽ കാണണമെങ്കിൽ ഒരൊറ്റ സിമ്പിൾ ആയുള്ള കാര്യം ചെയ്താൽ മതി. എന്താ സിമ്പിൾ ആയുള്ള കാര്യം? കാണുന്നതെല്ലാം പച്ചയാണെങ്കിൽ സിമ്പിൾ ആയുള്ള ഒരു കാര്യം ചെയ്താൽ മതി. എന്താണ്? ഒരു പച്ച കണ്ണട വെച്ചാൽ മതിയായിരുന്നു, അല്ലേ? ഒരു പച്ച കണ്ണട വെച്ചാൽ മതിയായിരുന്നു. അതിനാണ് ഇത്രയും പ്രയാസപ്പെടുന്ന കാര്യങ്ങൾ നാട്ടിൽ ചെയ്തു, ഇല്ലേ? നമ്മളൊക്കെ പ്രശ്നം അതല്ലേ? നമ്മൾ നോക്കിക്കാണുന്ന കണ്ണടക്കാണ് കുഴപ്പം. ഫ്രെയിം, ഇതിന്റെ പേരാണ് മെന്റൽ ഫ്രെയിംസ് എന്ന് പറയുന്നത്. മെന്റൽ ഫ്രെയിംസ്. നോക്കിക്കാണുന്ന കണ്ണടക്കാണ് കുഴപ്പം, അല്ലെ? എങ്ങനെ നോക്കിക്കാണും? വലിയ പാഠമാണ് ആ സ്റ്റോറിയിൽ പഠിപ്പിക്കുന്നത്, അല്ലെ? സ്വർണ്ണം, നമ്മൾ നോക്കുന്ന കണ്ണടക്കാണ് കുഴപ്പം. നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു, ആ നോക്കിക്കാണുന്നതിന്റെ അതാണ് ചേഞ്ച് യുവർ പെർസെപ്ഷൻ. പഴയ പെർസെപ്ഷൻസ് ആണ് നമ്മൾ, പഴയ കാഴ്ചപ്പാടുകളാണ്. കാഴ്ചപ്പാടുകൾ മാറുന്നില്ല. പഴയതിലൂടെയാണ് നമ്മൾ, പുതിയതിലൂടെ നമ്മൾ നോക്കുന്നില്ല. ക്ലിയർ? ഫ്രെയിം നമ്മൾ മാറ്റാൻ തയ്യാറല്ല. കണ്ണട ഒരിക്കലും ഫിറ്റ് അല്ല, അതൊരിക്കലും എനിക്ക് കാഴ്ച നൽകുന്നില്ല, ശരിയായ കാഴ്ച നൽകുന്നില്ല. എന്നിട്ട് നിങ്ങൾ വാശി പിടിക്കുകയാണ്, ഞാൻ ഈ കണ്ണടയെ ധരിക്കൂ, ഇതെനിക്ക് ഇയാള് സമ്മാനം തന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഇതെന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്, എനിക്ക് ഈ കണ്ണട അത്ര ഇഷ്ടമാണ്, ഞാൻ എത്ര കാലമായിരുന്നു ഈ കണ്ണട കൊണ്ടു നടക്കുന്നത്, ഈ കണ്ണട ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് നടക്കുകയാണ്. യെസ് ഓർ നോ? ഇതല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മാറ്റാത്ത കണ്ണട ഫ്രെയിമിലാണ് നമ്മൾ. ഫ്രെയിം മാറ്റുന്നത്, അത് തന്നെ വെച്ചിട്ട് ലോകം ശരിയില്ല, ആളുകൾ ശരിയില്ല, ഫ്രെയിം മാറ്റാൻ തയ്യാറല്ല. അപ്പൊ പെർസെപ്ഷൻസ് ആണ് നമ്മൾ നോക്കിക്കാണുന്ന, ഒരുപാട് പെർസെപ്ഷൻസ് ആണ് നമ്മുടെ ബ്ലോക്ക് ആയിട്ട് വരുന്നത്. വിശ്വാസങ്ങൾ അങ്ങനെയാണ്, അല്ലെ? യെസ്. അപ്പൊ ആ പെർസെപ്ഷൻസ് നമ്മുടെ ഉള്ളിൽ എന്താണ് ഉണ്ടാക്കുന്നത്? ഒരുപാട് നെഗറ്റീവ് ടോക്സ് ആണ്. നിരന്തരമായിട്ട് അത്തരം കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെ കുറിച്ച് തന്നെ തെറ്റായില്ല, ഇത് ശരിയല്ല, ഈ കാര്യങ്ങൾ പറ്റില്ല, കഴിവില്ലാത്തതാണ്, എന്റെ ലൈഫിൽ മാറ്റം ഇനി വരാൻ സാധ്യതയില്ല, കാരണം ആളുകളൊന്നും ശരിയില്ല എന്നതാണ്, ലോകം ശരിയല്ല എന്നുള്ള ഒരു ഫീലിലേക്ക് വരുന്നു. ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോ അവിടെ ഫോക്കസ് ലഭിക്കാതെ പോകുന്നു. ഫോക്കസ്,
അല്ലെ? കോൺസെൻട്രേഷൻ ലഭിക്കാതെ പോകുന്നു. എന്നിട്ട് കാര്യങ്ങളെ കുറിച്ച് എന്താ പറയാ? ഇറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട്. നടക്കാൻ പോകുന്നില്ല. അത് വളരെ 7ഓളം കാര്യങ്ങൾ പറയുന്നുണ്ട്. മെയിൻ സക്സസ് ബ്ലോക്ക് പ്രധാനമായിട്ട് അത് ഒന്നാമത്തെ കാര്യം, ഇറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട്. ഇത് കഴിയില്ല കേട്ടോ. അങ്ങനെയല്ലേ? ഡിഫിക്കൽട്ട് ആണ്, അല്ലെ? റിസ്ക് ആണെന്നല്ലേ പറയാ? റിസ്ക് ആണെന്നല്ലേ പറയാ? റിസ്ക് ആണ്, ഡിഫിക്കൽട്ട് ആണെന്നല്ലേ പറയാ? ഒന്നാമത്തെ ബ്ലോക്ക്. രണ്ടാമത്തെ ബ്ലോക്ക് എന്താ? ഐ ഡോണ്ട് ഡിസേർവ് ഇറ്റ്. എനിക്കത് അർഹതയില്ല. ശ്രദ്ധിച്ചോളൂ, ഈ 2 ബ്ലോക്ക് മിക്ക ആളുകൾക്കുണ്ട്. എഴുതി വെച്ചോ. ഇത് വളരെ പ്രയാസമുള്ള കാര്യമാണ് എന്നാണ് ഏറ്റവും വലിയ ബ്ലോക്ക്. ലോകത്തൊരു കാര്യവും പ്രയാസമുള്ളതില്ല. നിങ്ങളുടെ ഫ്രെയിം മാറ്റാത്തത് മാത്രമേ അവിടെ തടസ്സമുള്ളൂ. ഒരു കാര്യവും പ്രയാസമുള്ളതില്ല, ഒരു കാര്യവും. അങ്ങനെയാണെങ്കിൽ അതെല്ലാവർക്കും പ്രയാസമാകേണ്ടിയിരുന്നു. നിങ്ങൾക്ക് മാത്രം അത് പ്രയാസമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രെയിം മാറ്റാത്തതാണ്. ലോകത്തൊരു കാര്യം ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെല്ലാം അവർക്കും നേടാൻ പറ്റും. ലോകത്തൊരാൾക്ക് കോടീശ്വരനാവാൻ പറ്റുമെങ്കിൽ അതെല്ലാവർക്കും പറ്റും എന്നുള്ളതാണ്. ആ രീതികളും ആ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്താൽ, അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നേടാൻ പറ്റും എന്നുള്ളതാണ്. എന്തുകൊണ്ട് പറ്റുന്നില്ല? നമ്മുടെ ഫ്രെയിം, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുന്നില്ല. ക്ലിയർ? ഐ ഡോണ്ട് ഡിസേർവ് ഇറ്റ്. പിന്നെ മറ്റൊരു ബ്ലോക്കാണ് ഐ ഡോണ്ട് ഹാവ് റിസോഴ്സസ്. എനിക്ക് അതിനുള്ള വകുപ്പില്ല. എന്താ വകുപ്പ്? മൂന്നാമത്തെ ബ്ലോക്ക്. എനിക്ക് അതിന് ഏറ്റവും വലിയ റിസോഴ്സ് ടൈമില്ല. എനിക്ക് ടൈമില്ല. സാധാരണക്കാരുടെ ഏറ്റവും വലിയ ബ്ലോക്കാണ്, എനിക്ക് ടൈമില്ല. എത്ര സമയമില്ല. എനിക്കതിന് കയ്യിൽ ക്യാഷ് ഇല്ല. എനിക്കതിന് പഠിക്കാനുള്ള അവസരങ്ങളില്ല. അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞു, എന്റെ ഭർത്താവ് സപ്പോർട്ട് ചെയ്യും, കുടുംബത്തിന് സപ്പോർട്ട് ചെയ്യും. ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കൂ. ഇതെല്ലാം ബ്ലോക്കുകളാണ്. അല്ലെ? ഐ കാൻ ഡു ഇറ്റ്. എനിക്കത് ചെയ്യാൻ കഴിയില്ല. They don't want me to do it. മറ്റുള്ളവർ എന്നെ ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഐ എം അഫ്രൈഡ്. എനിക്കത് ചെയ്യാൻ പേടിയാണ്. മനസ്സിലാക്കുക. നേരത്തെ ഇവിടെ ഒരാൾ പറഞ്ഞു മടിയാണ്. നിങ്ങൾക്ക് മടിയല്ല പ്രശ്നം. മടിയല്ല പ്രശ്നം, പേടിയാണ്. മനസ്സിലാവുന്നു? എങ്ങനെ? രാവിലെ എണീക്കാൻ മടിയാണ്. ആർക്കെങ്കിലും മടിയില്ല? അതൊക്കെ രാവിലെ എണീക്കാൻ മടിയുള്ളവരെന്ന് കൈപോ. രാവിലെ എണീക്കാൻ മടിയുള്ളവർ. മനസ്സിലേക്ക് ഇപ്പോഴും മടിയുണ്ടോ? പിന്നെ മടിയല്ല, പേടിയാ. എന്താ പേടിയാണ്? നിങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ ഉറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അതുവരെ കിട്ടാത്തൊരു സുഖം, അല്ലെ? 4 മണി വരെ കിട്ടാത്തൊരു സുഖം 4 മണിക്ക് ശേഷം ഉറങ്ങാണ്ട്, അല്ലെ? ഉണ്ടോ ഇല്ലേ? അപ്പൊ പ്രത്യേക സുഖം ഉറങ്ങാൻ. എണീക്കാതെ നേരെ വേഗം എണീക്കും. ഭയങ്കര സുഖം. പ്രത്യേകിച്ച് സൺഡേക്കാണ്, ഹോളിഡേക്കാണ്. എന്താ സുഖം, അല്ലേ? അപ്പൊ ഈ സുഖം നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ് നിങ്ങൾക്ക്, മടിയല്ല. മനസ്സിലാവുണ്ടോ? എന്നുള്ള ശരിക്കും കാരണം അതാണ്. ശരിക്കും മനസ്സിലായോ? മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു പേടിയാണ്. എന്താണ് പേടി? സുഖം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി. ഞാൻ പലപ്പോഴും പല ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, രാവിലെ എണീറ്റോടെ എന്നെ പോലെ ഇതേപോലെ എന്നിട്ട് ഒന്ന് സൂമിൽ ക്ലാസ് എടുത്ത് നോക്കും. പലരോട് ഞാൻ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ലൈഫ് മാറും, ഉറപ്പായിട്ടും മാറും. പക്ഷെ എന്താണ്? രാവിലെ എണീക്കുക, ഇതേപോലെ കാര്യങ്ങൾ ചെയ്യുക, അല്ലേ? റിസ്ക് ആണെന്നത്, മടിയാണ്. അല്ല, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആ ഉറക്കം പോകുമോ, ആ സുഖം പോകുമെന്ന് പേടിയാണ്. ബേസിക്കലി ഒരു കംഫർട്ട് കിട്ടൂല. ലൈഫ് എൻജോയ് ചെയ്യേണ്ടത് കംഫർട്ട് സോണാണ്. പക്ഷേ മനസ്സിലാക്കുക, ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താൽ മാത്രമേ സക്സസ് ഉണ്ടാവുകയുള്ളൂ. അതിന് മാറ്റിൽ എങ്ങനെയാണ്? ലക്ഷ്യബോധം ഉണ്ടാകണം. നോട്ട് ചെയ്തോളൂ. ശക്തമായുള്ള ലക്ഷ്യബോധം ഇല്ലാത്തത് കൊണ്ടാണ്
വീണ്ടും ഫാത്തി പറയുന്നു, കൂടെ വർക്ക് ചെയ്യുന്നവർ ചെയ്യാതെ വരുമ്പോൾ, കൂടെ വർക്ക് ചെയ്യുന്നവരല്ല പ്രശ്നം ഫാത്തിമ, നിങ്ങളാണ് പ്രശ്നം. കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അവർ നിങ്ങളെ കണ്ട് വർക്ക് ചെയ്യും, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കൂടെ നിന്ന് നോക്കൂ. നിങ്ങൾ പറയേണ്ടതില്ല അല്ലേ? ചെറിയ കുട്ടികൾ നമ്മൾ എന്തെങ്കിലും പറയണോ? നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടല്ലേ അവർ ചെയ്യുന്ന. നമ്മളുടെ ജീവിതത്തിൽ മാതൃകകൾ ഉണ്ടാവണം, അനുകരണീയമായ മാതൃകകൾ ഉണ്ടാവണം. നമ്മളെ കണ്ടു പഠിക്കും. അതാണ്. കൂടെയുള്ളവർ നന്നായില്ലെങ്കിൽ നമ്മുടെ അടുത്ത് എന്തോ പ്രശ്നമുണ്ട്, നമ്മൾ നന്നാവേണ്ടതുണ്ട്. അതാണ് നമ്മൾ മാറേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് പേടിയാണ് സക്സസിന്റെ. ഞാൻ അതിലേക്ക് വരാം. നമ്മള് സക്സസിന്റെ ഏറ്റവും വലിയ ബ്ലോക്ക് ആയിട്ട് ഞാൻ കണ്ടെത്തിയത് പേടിയാണ്. ആളുകൾക്ക് പേടിയാണ്. എന്താ പേടി? സുഖം നഷ്ടപ്പെടുമോ? സുഖം നഷ്ടപ്പെടും, സത്യത. ഒരു സ്കൂൾ അധ്യാപകനായിട്ട് വലിയ സുഖം എനിക്ക് ഉണ്ടായിരുന്നു അല്ലെ. രാവിലെ എന്തൊക്കെ സുഖം, വെക്കേഷൻ സുഖം, രാവിലെ 9 അല്ലെ കഴിഞ്ഞാൽ വൈകുന്നേരം ഫ്രീ ആയി ഫ്രണ്ട്സിന്റെ കൂടെ എന്താ കറങ്ങി നടക്കാൻ. ഞായറാഴ്ച ഒഴിവാണ്, മറ്റു ഹോളിഡേയ്സ്, ഒരുപാട് സമയം ബാക്കിയായിരുന്നു ആദ്യത്തിൽ. പക്ഷെ എനിക്ക് മനസ്സിലായി ഈ സമയം വേസ്റ്റ് ആക്കണം. ഞാൻ ആ സമയം കൂടെ ഉപയോഗിച്ചു. ആളുകൾ പറഞ്ഞത് നിങ്ങൾക്ക് ഭ്രാന്തില്ലേ? കാരണം സ്കൂള് വിട്ടാൽ ആളുകൾ, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ അല്ല ആളുകൾ ആഗ്രഹിക്കും. എനിക്ക് ഫ്രീ ഇല്ലായിരുന്നു. ഞാൻ മിക്ക സമയം ട്രെയിനിങ് എടുക്കാൻ പോകും. അതുകൊണ്ട് രാത്രി നട്ടപ്പാതിരക്ക് വൈകുന്നേരം സ്കൂള് കഴിഞ്ഞിട്ട് 5 മണി 5:30 ബസ് കയറി വയനാട്ടിലേക്കും കൊച്ചിയിലേക്കും കണ്ണൂരിലേക്കും കയറി. എന്നിട്ട് എന്താ ചെയ്യാ? തിരിച്ച് 2 മണി 1 മണി 2 മണി 3 മണിക്ക് തിരിച്ചു വരും. എന്നിട്ട് രാവിലെ വീണ്ടും ക്ലാസ് ആണ്. ഭ്രാന്തുണ്ടോ? എന്നോട് ചോദിച്ചവരുണ്ട്. എടോ, അങ്ങനെ സുഖം നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ ഇരിക്കുന്നത്. പക്ഷേ അന്ന് ഞാൻ കണ്ടത് അന്നത്തെ സുഖമല്ല. ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ അഭിമാനത്തോടെ 600ഓളം 700ഓളം അല്ലെങ്കിൽ 1000ഓളം ആളുകൾ മുന്നിൽ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ചില സുഖങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് നഷ്ടപ്പെടലല്ല, അതൊരുപാട് സുഖങ്ങള് എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരലാണെന്നുള്ള ബോധം എനിക്കുണ്ടായിരുന്നു. ആ ബോധം നിങ്ങൾക്കുണ്ടോ? യെസ് ഓർ നോ? എന്റെ ചോദ്യം ഉണ്ടോ? കുറച്ചൊരു വേദന ഉണ്ടാകും. ആ വേദനയെ കൂടി ആസ്വദിക്കാൻ പറ്റും. കുറച്ചൊരു പ്രയാസം ഉണ്ടാകും. ഈ 3-4 ദിവസമായിട്ട് എന്റെ വീട്ടുകാരൻ ചോദിക്കും. കാരണം ഒരു ഭാഗത്ത് വീട് പണി, ഒരു ഭാഗത്ത് ഓഫീസിന്റെ പണി, ഒരു ഭാഗത്ത് ഫാമിലിയുടെ കാര്യങ്ങൾ. ഒരു മിനിറ്റ് എപ്പോഴെങ്കിലും ഒഴിവുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പറയാൻ കഴിയും. എനിക്ക് എന്റെ ലൈഫ് ഞാൻ നിങ്ങളോട് പറയാം, എത്രയും ടൈറ്റ് ഷെഡ്യൂളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു മിനിറ്റ് ഫ്രീ ഉണ്ടാവാൻ എനിക്ക് ഇഷ്ടമല്ല. ഫുൾ എൻഗേജ്മെന്റ് അല്ലേ? എന്താ രസം എന്താ ഇപ്പോഴും. അപ്പൊ ചിലർ ചോദിക്കും, റെസ്റ്റ് എടുത്തൂടെ? എടോ, എനിക്ക് റെസ്റ്റ് എടുക്കാൻ ഇഷ്ടമില്ല അല്ലേ? എന്റെ റെസ്റ്റ് MIS പറഞ്ഞ പോലെയാണ്. എന്റെ റെസ്റ്റ് കബറിലാണ്. അവിടെ സുഖമായിട്ട് റെസ്റ്റ് എടുക്കാം. എല്ലാം കഴിഞ്ഞ അവസാനം അതുവരെ ഓരോ റെസ്റ്റും ഇല്ല. ഞാൻ അങ്ങനത്തെ തീരുമാനിച്ചത്. ഞാനും ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ടേ എനിക്കിത് ഭ്രാന്താണോ? ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കിത് ആൾക്കാരെ പഠിപ്പിച്ചേ പറ്റൂ. എനിക്കിത് ദിസ് ഇസ് മൈ സീക്രട്ട്. ഇതൊരു ക്രേസാണ്, ആക്ഷൻ എടുക്കണം, ഒരു എനർജിയാണ്. ക്ലിയർ? അപ്പൊ അതിലേക്ക് വരാം. അപ്പൊ എനർജറ്റിക് ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ, എനർജറ്റിക് ടീമിന്റെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണോ നിങ്ങള്? നമ്മൾ EFT ഗുരു എന്നുള്ള പ്ലാറ്റ്ഫോം അല്ലെ, അടിപൊളിയല്ലേ? ഇപ്പൊ നമ്മളൊരു മാസം കൊണ്ട് വേറെ ലെവലെത്തില്ലേ? 1ാമത്തെ ബാച്ച് കഴിയാറായിപ്പോ. ഒരുപാട് ആൾക്കാർ മികച്ച റിസൾട്ടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 2ാമത്തെ ബാച്ച് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. 30-ാം തീയതിയാണ്. കുറെ ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്റെ സന്തോഷം അറിയിക്കുക കേട്ടോ.
എന്നോട് ചോദിക്കുന്നത് എങ്ങനെ സാധിക്കുന്നു? ദാറ്റ്സ് ദ പവർ ഓഫ് EFT. 3 അക്ഷരങ്ങളാണ് എന്റെ ജീവിതത്തെ മാറ്റിയ 3 അക്ഷരങ്ങൾ. അതേതാ? EFT. എന്റെ ജീവിതത്തെ മാറ്റിയ 3 അക്ഷരങ്ങൾ EFT. ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ സത്യം ഇമോഷൻസ് ആണ്. ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന നെഗറ്റീവ് ഇമോഷൻസ് ആണ് നമ്മുടെ ബ്ലോക്ക്. അതിലേക്ക് ഞാൻ വരുന്നത്. പേടി ഒരു നെഗറ്റീവ് ഇമോഷൻ എന്ന് മാത്രമല്ല, എല്ലാ നെഗറ്റീവ് ഇമോഷന്റെയും ഉസ്താദാണ്, രാജാവാണ്, നേതാവാണ് പേടി. ആ പേടിയിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവുന്നത്, ആ പേടിയിൽ സ്ട്രെസ് ഉണ്ടാവുന്നത്, ആ പേടിയിൽ നിന്നാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നത്, ആ പേടിയിൽ നിന്നാണ് നിങ്ങൾക്ക് ആൻസൈറ്റി ഉണ്ടാവുന്നത്. പേടിയാണ്. പേടിക്ക് കാരണം എന്താ? അവബോധമില്ലായ്മ. അവബോധം എങ്ങനെ ഉണ്ടാക്കും? ഒരാൾ ചോദിച്ചു. അവബോധം ഉണ്ടാക്കാനാണ് ഞാൻ രാവിലെ വരുന്നത് കേട്ടോ. എന്റെ ഉദ്ദേശം, ഈ ക്ലാസ്സിന്റെ ഉദ്ദേശം എന്താ? ആളുകളിൽ അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഉണ്ടാവുന്നില്ലേ? അവബോധം ഉണ്ടാക്കുക, എഡ്യൂക്കേറ്റ് ചെയ്യുക. അവബോധം ഉണ്ടാക്കാനുള്ള പണി എന്താ? എഡ്യൂക്കേറ്റ് ചെയ്യുക, ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇതുവരെ ആളുകൾക്ക് അറിയാത്ത കാര്യം പഠിപ്പിച്ചു കൊടുക്കുക, അവബോധത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക, മനസ്സിന്റെ ശക്തിയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക, ഓരോ ആളുകളുടെ ഉള്ളിലെ കഴിവുകളെ കുറിച്ച്, അപാരമായുള്ള സാധ്യതകളെ കുറിച്ച് തിരിച്ചറിയാൻ സഹായിക്കുന്ന രീതിയിൽ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുക. അതാ ഞാൻ ചെയ്യുന്നത് അല്ലേ? അപ്പൊ നിങ്ങളെന്ത് ചെയ്യാം? മുന്നോട്ട് വരിക, നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ഈ ക്ലാസ്സുകൾ മാക്സിമം ആളുകൾക്ക് എത്തിക്കുമല്ലോ അല്ലേ? 600 പോരാ, 1000 കടന്നിരുന്നു. ഇതിനെങ്ങനെ 600 ചാടിയത്? ഇത്രയും ആൾക്കാരോടുണ്ടായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ 1000 എത്തിക്കണ്ടേ? എന്താ പറയുന്നത്? നിങ്ങളെ എനർജി നൽകിയത് അപ്പോഴേ എനിക്ക് തരാൻ തോന്നുള്ളൂ. ഞാനെങ്കിൽ തരൂട്ടോ, അത് വേറെ വിഷയം. ഞാൻ എനിക്ക് 5 ആളായാലും 6 ആൾ, ഞാൻ എനർജി ക്ലാസ്, അത് വേറെ വിഷയം. എന്നാലും ഉണ്ടല്ലോ ഒരു ആരോ പോലെ ആളുകളെ കാണുമ്പോൾ രോമെടുത്ത് പിടിക്കണമെന്ന് അല്ലെ പറയില്ലേ? അങ്ങനല്ലേ? സദസ്സിലെ ആളുകളെ കാണുമ്പോൾ പേടി അവതരിച്ചിട്ട് കൊണ്ടുവരാം. ഞാൻ പറഞ്ഞു, ഈ ആളുകളെ കാണുമ്പോൾ ഇന്ന് ആവേശമാണ്. എണ്ണം കൂടുന്തോറും എന്റെ ഇങ്ങനെ വൈബ്രേഷൻ എടുക്കണം, കാലിന്റെ അടിക്കുന്ന പ്രത്യേക വൈബ്രേഷൻ ഇങ്ങനെ ബോഡിയിൽ. ആളുകൾ എണ്ണം കൂടുമ്പോൾ നല്ല എനർജി വേണ്ടേ? ക്ലാസ്സിൽ മാക്സിമം ആള് എത്തിക്കൂലേ? എന്താ ആരൊന്നും പറയാത്തെ? ആ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ മോർണിംഗ് ക്ലാസ് മാക്സിമം ആളുകൾ. നമുക്ക് 1000 ക്ലബാണ്. എല്ലാ ദിവസവും 1000 വേണം. എന്റെ ഡ്രീം ആണ്. എന്റെ ഡ്രീം സപ്പോർട്ട് ചെയ്യില്ലേ? അല്ലേ? നിങ്ങളുടെ ഡ്രീമിലേക്ക് ഞാൻ എത്തിക്കൂലേ? എനിക്കെന്റെ വിശ്വാസല്ലേ? ഞാൻ എത്തിക്കും, ഉറപ്പായിട്ട് എത്തിക്കും. ഒരുപാട് ആളിലേക്ക് മാറ്റിക്കൊണ്ടു എത്തിക്കാൻ പറ്റും, ഒരു സംശയമില്ല. യെസ്. അപ്പൊ എന്തായാലും 1000 ക്ലബ് ആയിരിക്കണം. 1000 കഴിഞ്ഞിട്ട് ആൾക്കാർ പറയണം കേറാൻ പറ്റുന്നില്ല. നിങ്ങളുടെ യൂട്യൂബിന്റെ ലിങ്ക് അയച്ചു കൊടുക്കണം. അതാണ് നമ്മൾ ആഗ്രഹം കേട്ടോ. കേറാൻ പറ്റാത്തവർക്ക് 1000 കഴിഞ്ഞാൽ 1001 കേറൂല. അപ്പൊ എന്ത് ചെയ്യണം? അതിന് യൂട്യൂബ് ലിങ്ക് അയച്ചു കൊടുക്കണം. അതിലേക്ക് എത്രയും പെട്ടെന്ന് എനർജി ബൂസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടാ. താങ്ക് യു സോ മച്ച്. അപ്പോ കുറച്ച് ആൾക്കാർക്ക് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു തോന്നുന്നുണ്ട് അല്ലെ? അപ്പോ എന്ത് ചെയ്യാം? മാക്സിമം ഷെയർ ചെയ്യാം. നമ്മുടെ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ചോദിക്കുന്ന കുറെ ആളുകളുണ്ട്. കോഴ്സ് കൗൺസിലേഴ്സ് നമ്മുടെ ടീമുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ഇതിലേക്ക് ക്ഷണിച്ച ആളുകളായിരിക്കും. ഈ വാട്സപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ നിങ്ങളെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന, നിങ്ങൾക്ക് എന്താണ് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന, കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ ആളുകളുണ്ടാവും. സപ്പോർട്ട് ചെയ്ത ടീം മെമ്പേഴ്സ്, അവരോടൊക്കെ ആരോടും ചോദിക്കും ഡീറ്റെയിൽസ്. ഉടൻ അഡ്മിഷൻ എടുക്കുക. ജോയിൻ ചെയ്യാത്തവർക്ക് ഉടൻ അഡ്മിഷൻ എടുക്കുക. ജോയിൻ ചെയ്തവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം ആൾക്ക് മെസ്സേജ് എത്തിക്കുക. നിങ്ങൾ ഒരാളവിടെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ലൈഫിലും വർദ്ധിക്കും കേട്ടോ. ഞാൻ എൻ്റെ ഗുരുക്കന്മാരെ കുറെ സഹായിച്ചിട്ടുണ്ട്. അവർക്ക് വലിയ വലിയ പ്രോഗ്രാം ഞാൻ ഒറ്റയ്ക്ക് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് വലിയ സപ്പോർട്ട്. ഗുരുക്കന്മാരുടെ പൊരുത്തം എന്നൊക്കെ പറഞ്ഞില്ലേ, അവർ നന്നായി സപ്പോർട്ട് ചെയ്തു. അപ്പൊ എനിക്കൊക്കെ ആ വല്ലാത്ത സന്തോഷമാണ്. അവരുടെ ലൈഫിലുണ്ടായ മാറ്റം അത് നമ്മുടെ ലൈഫിൽ ഉണ്ടായി കാണുമ്പോൾ അവർക്കും സന്തോഷം. അവർ പറയൂ കേട്ടോ, എന്റെ ശിഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അഭിമാനത്തോടെ എന്നെ കുറിച്ച് അഭിമാനത്തോടെ നമ്മുടെ ക്ലാസ്സിൽ പെട്ട ചില ആളുകളോടൊക്കെ പറഞ്ഞത് കേൾക്കുന്നത് വലിയ സന്തോഷം. അവൻ എന്റെ ശിഷ്യനാണ്, റഫീഖ് എന്റെ ശിഷ്യനാണ്, കണ്ടില്ലേ അവൻ എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് എവിടെ ഒരു കുളിര്. എന്റെ ഗുരു എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ ഇല്ലേ? ഇല്ലേ? അങ്ങനെ ഒരു ഫീൽ ഇല്ലേ നമ്മള് കമ്മ്യൂണിറ്റി എല്ലാവരും വളരും.
ഓരോരുത്തർക്കും ആ ഒരു ഫീല് വേണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ആരെങ്കിലും കട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കട്ട് ചെയ്യാം കേട്ടോ. യെസ്, റംലത്ത പറയൂ. ചുരുക്കി പറയൂട്ടോ. അൺമ്യൂട്ട് ചെയ്യൂ. പെട്ടെന്ന് പറയും. അൺമ്യൂട്ട് ചെയ്യൂ. പറ്റുന്നില്ല. ഹലോ, അസ്സലാമു അലൈക്കും. പറയൂ, പറയുന്നുണ്ടോ? ഞാൻ റംല അഷ്റഫ്. കുറെ ദിവസം എനിക്ക് 3 ദിവസമായിട്ട് ഭയങ്കര തലവേദന, ചുമ, ഒന്നിനും എന്റെ ശരീരം കൊണ്ട് പറ്റില്ല. കിടന്ന കിടപ്പായിരുന്നു. ഇന്ന് വെളുപ്പിന് 2 മണിക്ക് ഞാൻ എണീറ്റിരുന്നിട്ട് സാറ് പറഞ്ഞ പോലെ ഒരുപാട് ശ്രമിച്ചു, ടാപ്പിങ് ചെയ്തു, എല്ലാം ചെയ്ത് എനിക്ക് തലവേദന മാറി, ശരീരത്തിന് നല്ലൊരു സുഖമായി, തൊണ്ടവേദന എനിക്ക് മാറി, ചെറുതായിട്ട് ഇപ്പൊ ചുമയുണ്ട്, വേറെ ശരീരത്തിൽ ഇപ്പൊ ചെറുതായിട്ട് നീരുണ്ട്, ബാക്കിയൊക്കെ എനിക്ക് മാറ്റം വന്നു. വളരെയധികം സന്തോഷമുണ്ട്. കുറെ കാലം 30 വർഷത്തോളമായി ഞാൻ ശാരീരികമായിട്ട് മാനസികമായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ അസുഖത്തിനെ കുറിച്ചിട്ട്. അതിനൊക്കെ എനിക്ക് നല്ല മാറ്റായി. സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവൂല. താങ്ക് യു, വലിയ സന്തോഷം. അടുത്ത റംലത്ത. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായി. എൻ്റെ മോളെ 4 വയസ്സുള്ള മോനെ അൽബിറിൽ ചേർത്താൻ വേണ്ടിയിട്ട് വളരെയധികം ആഗ്രഹിച്ചിരുന്നതായിരുന്നു. പക്ഷെ മോള് പോയി എൻ്റെ അടുത്ത് വന്ന് മോള് തിരിച്ചു പോയി നോക്കുമ്പോൾ അവിടെ സീറ്റ് ഫുള്ളായി, ഒരു രീതിയിലും ചാൻസ് ഇല്ല പറഞ്ഞു. അങ്ങനെ മോൾ എന്നെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഞാൻ അഫർമേഷൻ കൊടുത്ത് വിഷ്വൽ ചെയ്ത് ടീച്ചറെ വിളിച്ചപ്പോൾ പറഞ്ഞു 5 കുട്ടികൾ എക്സ്ട്രാ വന്നിട്ടുണ്ട്, 10 കുട്ടികളും കൂടെ വന്നാൽ ഒരു ക്ലാസ്സിലൂടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങളെ ഞങ്ങൾ വിളിക്കാം. ആയിക്കോട്ടെ, ഓക്കെ, സമാധാനമായി. വീണ്ടും വിഷ്വൽ ചെയ്ത് വീണ്ടും അഫർമേഷൻ ചെയ്ത് അൽഹംദുലില്ലാ ഇന്നലെ വിളിച്ചു. ടീച്ചർ പറഞ്ഞു ഇന്ന് മോനെ കൊണ്ട് പോവാണ്. അൽഹംദുലില്ലാ. അപ്പോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. എല്ലാവരും എപ്പോഴും ഈ ഗ്രാറ്റിറ്റ്യൂഡ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുക, പറയുക. എല്ലാവരുടെ ജീവിതത്തിലും ഒരുപാട് മിറക്കിൾസ് ഉണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി ഇപ്പോൾ ലോകത്തിന് ഏറ്റവും അറിയപ്പെട്ട നമ്പർ 1 കമ്മ്യൂണിറ്റി ആയിട്ട് മാറണം എൻ്റെ വിഷൻ കേട്ടോ. നമ്പർ 1 ഇന്റർനാഷണൽ. ചെറിയ സ്വപ്നം എനിക്കില്ല, ഞാൻ പണ്ടേ പറയാം, എനിക്ക് ചെറിയ സ്വപ്നം, വലിയ സ്വപ്നം മാത്രമേ. എന്തിനാ നമ്മൾ ചെറുതാകുന്നത്? ഇത്രയും വലിയ കഴിവുണ്ടായിട്ട് ചെറുതാവേണ്ട ആവശ്യം. കൂടെ നിൽക്കുക, നിങ്ങൾ കൂടെ നിന്നാൽ മതി, സപ്പോർട്ട് ചെയ്താൽ മതി. ബാക്കി ഞാൻ ഏറ്റു അതുമാത്ര കാര്യങ്ങൾ നമ്മൾ പഠിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. സീ യു ടുമോറോ. ബൈ. അഡ്വാൻസ് കോഴ്സ് ചെയ്ത ആളുകൾ അഡ്വാൻസ് LTC വരും കേട്ടോ. അഡ്വാൻസ് LTC ഉണ്ട് ഉടനെ. ഓക്കെ, ബൈ. ഹാവ് എ ഗ്രേറ്റ് ഡേ.